ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി 2 സവാള എടുത്തു, കുറച്ച് ഇഞ്ചി എടുത്തു, ഒരു 2 പച്ചമുളക് എടുത്തു, ഒരു അള്ളി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. അത് നല്ലപോലെ ഒന്ന് പേസ്റ്റായി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് പട്ടയും കറിയാമ്പും ബേ ലീഫും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ഇതായി വന്നിട്ടുണ്ട്. ഈ സവാളയും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വരാനുണ്ട്, ഒരു ബ്രൗണിഷ് കളറായിട്ടൊന്ന് വാടി വരാനുണ്ട്. നന്നായിട്ട് ബ്രൗണിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട്, അപ്പോൾ മസാല എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. ജിഞ്ചർ ഗാർലിക്കും കൂടി അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നല്ലപോലെ കഴുകി വെച്ചേക്കുന്ന ചിക്കനും കൂടി 1/2 കിലോ ചിക്കനാണ്. എല്ലാം കൂടി അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ അങ്ങ് എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചിക്കൻ മസാലയും ആ മസാല എല്ലാം കൂടി ചിക്കനകത്തോട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചിക്കൻ വേവാനുള്ള ഒരു പാകത്തിന് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരാനുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ചിക്കനൊക്കെ എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും കൂടി എല്ലാം കൂടി കഴിക്കാനെല്ലാം പറ്റും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.